ഈ രാജ്യം നേരിടുന്ന വളരെ കാതലായ ഒരു പ്രശ്നത്തിലേക്ക് സുപ്രീം കോടതിയുടെ അടിയന്തര ശ്രദ്ധ പതിഞ്ഞിരിക്കുകയാണ്. റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റ വിഷയത്തിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. രാജ്യത്തേക്ക് അനധികൃതമായി കടന്നു വരുന്നവർക്ക് എങ്ങനെ സംരക്ഷണം നൽകാൻ കഴിയുമെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. നുഴഞ്ഞുകയറ്റക്കാരെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്യണമോ എന്ന് ചീഫ് ജസ്റ്റിസ് വിമർശിച്ചു. ഭൂഗർഭ തുരങ്കങ്ങൾ വഴി ഇന്ത്യയിൽ നുഴഞ്ഞുകയറി പിന്നീട് ഭക്ഷണം, താമസം പോലുള്ള അവകാശങ്ങൾ ആവശ്യപ്പെടുകയാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്, ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഇത്ര വലിയ രീതിയിൽ സുപ്രീം കോടതി ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? ഈ നീലിമ, ഈ റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരുടെ ഇന്ത്യയിലെ അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി, ഒരു പൊതു താൽപര്യ ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് വരികയായിരുന്നു. ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി, അതും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ്, അതിശക്തമായി വിമർശനവുമായി രംഗത്തെത്തിയത്. കോടതി ചോദിക്കുന്നത്, രാജ്യത്തേക്ക് അനധികൃതമായി കടന്നു വരുന്നവർക്ക് എങ്ങനെ സംരക്ഷണം നൽകാൻ കഴിയും, അത് സംരക്ഷണം നൽകണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ഹർജിക്കാരനോട് ചോദിച്ചു. നുഴഞ്ഞുകയറ്റക്കാരെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്യണമോ എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയുണ്ടായി. ഭൂഗർഭ തുരങ്കങ്ങൾ വഴി ഇന്ത്യയിൽ നുഴഞ്ഞു കയറി പിന്നീട് ഇവിടെ ഭക്ഷണം, താമസം പോലെയുള്ള അവകാശങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഈ നുഴഞ്ഞുകയറ്റക്കാർ ആവശ്യപ്പെടുകയാണെന്നും ചീഫ് ജസ്റ്റിസ് വിമർശനം ഉന്നയിച്ചു. നമ്മുടെ ദരിദ്രരായ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് പല ആനുകൂല്യങ്ങളും. ഇവർ ഈ ആനുകൂല്യങ്ങളെല്ലാം പറ്റുന്നതോടെ, ഈ നുഴഞ്ഞുകയറ്റക്കാർ ഈ ആനുകൂല്യങ്ങളെല്ലാം തട്ടിയെടുക്കുന്നതോടെ ഈ നമ്മുടെ കുട്ടികൾക്കാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. വടക്ക് കിഴക്കൻ അതിർത്തി വഴി നുഴഞ്ഞുകയറ്റ കൂടി വരുന്നുണ്ട്, ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണോ പശ്ചിമ ബംഗാളിലൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ചെയ്യുന്നത്, മുൻകാലങ്ങളിൽ അസമിൽ കോൺഗ്രസ് സർക്കാർ ചെയ്തിരുന്നത്, അത് ഇനി നടക്കില്ല എന്ന രാജ്യത്തിന്റെ നിലപാടിനൊപ്പമാണ് സുപ്രീം കോടതി ഇപ്പോൾ നിൽക്കുന്നത്. നുഴഞ്ഞുകയറ്റക്കാർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് തന്നെ. ശ്രീകാന്ത്, ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ ആളെ കുറിച്ചുകൂടി നമ്മളൊന്ന് പരാമർശിച്ചു പോകണം. പ്രിയാലി സർ എന്ന് പറയുന്ന ആസാദി പ്രോജക്റ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നാണ് ഈ പ്രിയാലിയെക്കുറിച്ച്, ഈ ഹർജിക്കാരിയെക്കുറിച്ച് പറയുന്ന വാദങ്ങൾ. നമുക്ക് വളരെ കൃത്യമായി അറിയാം, ഈ ആസാദി പ്രോജക്റ്റൊക്കെ ഈ രാജ്യത്തെ അസ്ഥിരമാക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം രാജ്യവിരുദ്ധരുടെ ഏർപ്പാടാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. മാത്രവുമല്ല, ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ കൊണ്ട് പശ്ചിമ ബംഗാളിലും ബീഹാറിലുമൊക്കെ വോട്ടർ പട്ടികയിൽ ഇന്ത്യ മുന്നണിക്കാർ അവരെ വോട്ടർ പട്ടികയിൽ ചേർത്ത് അവർക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ ചിത്രം രചിക്കുന്നതിന് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി വലിയ രീതിയിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ SIRനെയൊക്കെ എതിർത്തതിന് പിന്നിൽ വളരെ കൃത്യമായി ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളൊക്കെ പുറത്തു പോകേണ്ടി വരും എന്നുള്ള വലിയ ഭീഷണി അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കൂട്ടി വായിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ നിരീക്ഷണത്തെ കാണേണ്ടത്, അല്ലേ? നീലിമ, അതിൽ ഒരു സംശയവുമില്ല. അതായത് ബീഹാറിൽ SIR നടപ്പിലാക്കിയതോടുകൂടി എത്ര ദയനീയമായാണ് അവിടുത്തെ പ്രതിപക്ഷം പരാജയപ്പെട്ടത്, ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. കാരണം മുൻകാലങ്ങളിൽ ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ടുകൾ വാങ്ങി വിജയിച്ചിരുന്നവർക്ക് അത് കിട്ടാതായതോടെ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയാണുള്ളത്. സമാന സംഭവമാണ് ഈ ബംഗാളിലുമുള്ളത്. കാരണം അവിടെ ഈ SIR നടപ്പിലാക്കുന്നതിനെ തൃണമൂൽ കോൺഗ്രസ് അതിശക്തമായി എതിർക്കുന്നത് ഈ റോഹിംഗ്യൻ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ട് അതൊന്നു മാത്രം മനസ്സിൽ കണ്ടാണ്. അത് സുപ്രീം കോടതി കൂടി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതോടെ ബംഗാളിൽ മമതയടക്കമുള്ളവർക്ക് അടിതെറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് തന്നെ തൃണമൂൽ കോൺഗ്രസ് അതിൽ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ചില ജഡ്ജിമാർ ഈയിടെയായി അവർ നടത്തരുതാത്ത ചില പരാമർശങ്ങൾ നടത്തുന്നു, ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ നടത്തുന്നു എന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഇതിനോടകം തന്നെ പ്രസ്താവന ഇറക്കി കഴിഞ്ഞു. അതായത് ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാം എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമ്മർദ്ദത്തിലാക്കാൻ പല വഴി നോക്കിയിട്ടും അവർക്ക് സാധിക്കാതെ വരുന്നു. അതിനിടയിലാണ് ഇടുത്തി പോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശങ്ങൾ വരുന്നത്. എന്തായാലും SIR നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് വലിയ പിന്തുണയാണ് ഈ പരാമർശങ്ങളിലൂടെ ലഭിക്കുന്നത്.
വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ആ ശ്രീകാന്ത് പങ്കുവച്ചത്. റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റ വിഷയത്തിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. രാജ്യത്തേക്ക് അനധികൃതമായി കടന്നുവരുന്നവർക്ക് എങ്ങനെ സംരക്ഷണം നൽകാൻ കഴിയുമെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്.